FutureFly, the wings for your dreams. Smart security system. FutureFly Technologies India, complete firewire system. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർഫ്ലൈ ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സ്മാർട്ട് സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റിയാണ്. എന്താണ് ഡിവൈസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നമ്മളെല്ലാവരും വീട്ടിൽ CCTV ക്യാമറ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ CCTV ക്യാമറയിൽ നിന്നുള്ള വ്യത്യാസം, ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വൺസ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയതിനു ശേഷമുള്ള ഫൂട്ടേജുകൾ കാണാൻ മാത്രമേ നമുക്ക് CCTV ക്യാമറ കൊണ്ട് പ്രയോജനമുള്ളൂ. എന്നാൽ സെക്യൂരിറ്റി സിസ്റ്റത്തിലുള്ള പ്രത്യേകത, നമുക്ക് അതിക്രമിച്ച് കിടക്കുന്ന ആളെ അപ്പോൾ തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനുണ്ട്. നമുക്ക് കാരണം അതിക്രമിച്ച് ആരെങ്കിലും കിടന്നാൽ നമുക്ക് ഇതിന്റെ അലാം വർക്ക് ചെയ്യുകയും അവര് ഭയപ്പെട്ട് അവിടെ നിന്ന് പോകാനും ഇടയാവും. അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന സെൻസറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇതിൽ നമുക്ക് പാക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഒരു കൺട്രോൾ പാനലാണ്. ഈ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ഒരു മോഷൻ സെൻസർ വരുന്നുണ്ട്, ഡോർ സെൻസർ വരുന്നുണ്ട്, 2 റിമോട്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 2 RFID കാർഡ്സ് വരുന്നുണ്ട്, ഒരു അലാം വരുന്നുണ്ട്, നമുക്ക് ലൗഡായിട്ട് കണക്ട് ചെയ്യാൻ, മീൻസ് അലാം അടിക്കുന്നതിനുള്ള അലാം വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ പാക്കിൽ വരുന്നത്. നമുക്ക് അഡീഷണലി നമുക്ക് ഒരു സ്മോക്ക് ഡിറ്റക്ടർ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ബീം സെൻസേഴ്സ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 99 സെൻസേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് എത്ര സ്മോക്ക് ഡിറ്റക്ടേഴ്സ് വരെ നമുക്ക് ആഡ് ചെയ്യാം. 99 സ്മോക്ക് ഡിറ്റക്ടേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഡോർ സെൻസേഴ്സ് ആഡ് ചെയ്യാം, മോഷൻ സെൻസേഴ്സ് ആഡ് ചെയ്യാം, ബീം സെൻസേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഇതില് നമുക്ക് സെൻസേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ കൺട്രോൾ പാനലിൽ വരുന്നുണ്ട്. നമുക്ക് ടോട്ടല് 99 സെൻസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിതിൽ മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചറുകൾ, നമ്മൾ ഈ സെൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ നമ്മുടെ RFID കാർഡ് നമുക്കിത് ആം ചെയ്യാനും ഡിസാം ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മളിത് സ്മാർട്ട് കൺട്രോൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അലാം സിസ്റ്റം വർക്ക് ചെയ്താലും നമ്മൾ ആം ചെയ്താലും ഡിസാം ചെയ്താലും നമ്മുടെ ഫോണിൽ നമുക്കതറിയാം. നമുക്ക് ലൈവ് ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഇത് ആം ചെയ്യാനും ഡിസാം ചെയ്യാനും പറ്റും. നമ്മളിപ്പോ ആം ചെയ്തു, ഡിസാം ചെയ്തു, സെയിം തന്നെ നമുക്ക് അവിടെ കളർ ഡീവിയേഷനും കാണിക്കും. സിസ്റ്റം ആം ആവുമ്പോൾ ഒരു ഓറഞ്ച് കളർ കാണിക്കും, സിസ്റ്റം ഡിസാം ആയാലും ഗ്രീനിൽ കാണിക്കും. നമുക്ക് അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്ന റിമോട്ട് കൺട്രോളിൽ നമുക്ക് സെയിം ഉപയോഗം നടക്കും. സിസ്റ്റം ആം ചെയ്യാം, നമ്മുടെ ആം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെൻസേഴ്സ് എല്ലാം ആക്റ്റീവ് ആവും. എക്സാമ്പിൾ പറഞ്ഞാല് ഞാനിപ്പോ സിസ്റ്റം ആം ചെയ്തു, മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻസറിന് നമുക്ക് ഇഷ്ടമുള്ള പേര്, ഇഷ്ടമുള്ള സോൺ കൊടുക്കാം. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ബാൽക്കണി അലാം എന്നാണ്, അതുകൊണ്ട് തന്നെ ഈ സെൻസർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ബാൽക്കണി അലാം എന്നായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ആം ചെയ്തതിന് ശേഷം ആ മൂവ്മെന്റ് അവിടെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കും ബാൽക്കണി അലാം ആണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് സ്മാർട്ട് കൺട്രോൾ വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഏരിയ, ഏത് സോണിലാണോ അലാം അടിക്കുന്നത്, ആ അലാം നമുക്ക് നമ്മളുടെ കൺട്രോൾ പാനലിലും കാണിക്കും. അതുപോലെ നമ്മളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. നമുക്കറിയാം, ടെക്സ്റ്റ് മെസ്സേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം സെക്യൂരിറ്റി സിസ്റ്റം ഞാൻ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് അലാം എന്തിന്റെയാണ്, ബാൽക്കണി അലാം ആണ് ഇപ്പൊ അടിച്ചിരിക്കുന്നത് സോൺ 2. ഓക്കെ, ഈ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ കോള് വരും. ആ കോളിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എവിടെ ഏത് സോണാണ് അലാം അടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മോഷൻ ഡിറ്റക്ടർ വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഡോർ സെൻസർ വരുന്നുണ്ട്. ആരെങ്കിലും ഡോർ തുറന്നാല് നമ്മൾ ആം ചെയ്തിരിക്കുന്ന സമയത്ത്
ആരെങ്കിലും ഡോർ തുറന്നാൽ സെയിം സോൺ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡോർ അലാം എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെസ്സേജും വരും, കോളും വരും. ഓക്കെ, നമുക്ക് മെസ്സേജും നോട്ടിഫിക്കേഷൻ വരും, കോൾ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ഈ യൂണിറ്റിൽ സിം കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സിം കാർഡ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കോൾ സർവീസുകൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇതൊക്കെയാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി ഉണ്ട് അലാം അടിച്ചിട്ടുള്ളതിന്റെ. ഓക്കെ, അതുപോലെ നമുക്ക് പറഞ്ഞു ഡോർ സെൻസർ ആമായിരിക്കുന്ന സമയങ്ങളിൽ ഡോർ തുറന്നാലാണ് ആ സിസ്റ്റം അടിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ കൺട്രോൾ പാനലിൽ നമുക്ക് ആം ചെയ്യാനും ഡിസാം ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ബീം സെൻസറുകൾ. എന്തിനൊക്കെയാണ് നമ്മൾ ബീം സെൻസർ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മളുടെ കോമ്പൗണ്ട് വാളിന് ചുറ്റും ഇതൊരു വൺ പെയർ ആണ്, ഒരു സെറ്റ് ബീം സെൻസർ ആണ്. ഈ ബീം സെൻസർ നമുക്ക് ഗേറ്റിന് വട്ടം അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളിന് കുറുകെ നമുക്ക് 4 സെറ്റ് ഉണ്ടെങ്കിൽ 4 കോമ്പൗണ്ട് വാളിന് കുറുകെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ബീം സെൻസർ. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡ്യുവൽ ബീം സെൻസർ ആണ്. 2 ബീമുകൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെ ക്രോസ് ചെയ്ത് എന്തെങ്കിലും തടസ്സം വന്നാൽ അല്ലെങ്കിൽ ബീമുകളെ ക്രോസ് ചെയ്ത് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അലാം അടിക്കുന്ന സിസ്റ്റമാണ് ബീം സെൻസർ വരുന്നത്. സിസ്റ്റം ആം ആയിരിക്കുന്ന സമയത്ത് ബൗണ്ടറി അലാം. ഓക്കെ, ഇതാണ് നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതില് നമുക്ക് ഇതാണ് ബീംസ്, 2 ബീംസ് പോകുന്ന യൂണിറ്റ്. ആ ബീം പോകുന്നതിൽ നമുക്ക് ആം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അലാം അടിക്കും. അതുപോലെ തന്നെ നമുക്കൊരു സംശയമാണ്, ഇതിലേക്കുള്ള പവർ ആരെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അലാം അടിക്കുമെന്ന്. സിസ്റ്റം ആം ചെയ്തിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇതിന്റെ പവർ സോഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അലാം അടിക്കും. അതുകൊണ്ട് ഡിവൈസ് ആരെങ്കിലും ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് കോമ്പൗണ്ടിൽ കയറുക എന്ന് പറഞ്ഞാലും സാധ്യമല്ല, കാരണം അലാം അപ്പോഴും അടിക്കും. ഓക്കെ, ഇത്രയും സെൻസേഴ്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇത് വരുന്നുണ്ട്, അതായത് സ്മോക്ക് ഡിറ്റക്ടർ. നമ്മൾ സിസ്റ്റം ആം ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കറിയാം കിച്ചണിലൊക്കെ വരുന്ന പുക നമുക്കറിയാം. ഈ ഒരു ചന്ദനത്തിരിയിൽ നിന്ന് വരുന്ന പുകയേക്കാൾ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും സ്മോക്ക് വരുന്നത്. ഇത്ര സെക്കൻഡിൽ കൂടുതൽ നമുക്ക് സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയർ അല്ല. നമുക്ക് കോള് വരുമ്പോഴും നമുക്ക് സെയിം നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ഫയർ അലാം എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫയർ അലാം ഏത് ഏരിയയിലാണ് അലാം അടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കും. നമുക്ക് ലാസ്റ്റ് അടിച്ചിരിക്കുന്നത് അലാം സോൺ 3 അടിച്ചിരിക്കുന്നത്. അതുപോലെ ഇതുപോലെ നമുക്ക് ഇവിടെ ഫയർ അലാം അടിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹിസ്റ്ററിയിൽ എടുത്താലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലിസ്റ്റ് മുഴുവൻ നമ്മളുടെ ഇതനുസരിച്ച് വരുന്ന ഹിസ്റ്ററിയാണ്. ഓക്കെ, ഏത് സോണിലാണ് അലാം അടിച്ചിരിക്കുന്നതെന്ന് വരുന്ന ഹിസ്റ്ററിയാണ്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സിസ്റ്റം ആം ചെയ്യാനും ഡിസാം ചെയ്യാനും പറ്റും. നമ്മള് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ നമ്മൾക്ക് പുറത്തു പോയതിനു ശേഷം നമുക്ക് ആം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡിസാം ചെയ്യാം. അതുപോലെ ടൈം ഷെഡ്യൂൾ ഉണ്ട്. നമുക്ക് ഇന്ന സമയത്ത് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഒരു രാത്രി ഇത്ര മണി മുതൽ വെളുപ്പിന് ഇത്ര മണി വരെ നമുക്ക് ആം ചെയ്തിടാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിലെല്ലാം നമുക്ക് വയർലെസ് കൺട്രോൾ ആണ് വരുന്നത്. ഡിവൈസിൽ ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. പവർ ഫെയിലിയർ വന്നാലും അതിന്റെ ബാക്കപ്പ് തീരുന്നവരെ നമുക്ക് സിസ്റ്റം ആംഡ് ആയിരിക്കും. എല്ലാ സെൻസേഴ്സും നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, വയർലെസ് കൺട്രോൾ ആണ്. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റീവയറിംഗിന്റെ ആവശ്യമില്ല. ബീം സെൻസേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ വയർലെസ് സെൻസർ ആണ് നമ്മൾ ഈ ഡിവൈസ് വെച്ചിട്ട് വയർലെസ്ലിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഡിവൈസുകളിലേക്ക് 2 ഡിവൈസിലേക്കും പവർ അഡാപ്റ്റർ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ബീം സെൻസർ വരുന്നിടത്ത് മാത്രം നമുക്ക് പവർ കൊടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ബാറ്ററിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പവർ ഫെയിലിയർ ഉണ്ടായാലും നമുക്ക് ആംഡ് ആയിരിക്കും. സെക്യൂരിറ്റി സിസ്റ്റം വർക്ക് ചെയ്ത് തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ഇൻവെർട്ടർ കണക്ഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുൾ ഡിവൈസ് എപ്പോഴും ബീം സെൻസർ ഉൾപ്പെടെ നമുക്ക് ആക്റ്റീവ് ആയിരിക്കും.
ഓക്കെ, നമുക്ക് ഇതില് ഡിവൈസിന് വരുന്നത് പാനലിന് നമുക്ക് 1 year വാറണ്ടിയും സെൻസേഴ്സിന് നമുക്ക് 6 months വാറണ്ടിയാണ് നമുക്ക് വരുന്നത്. സെയിൽസ് സർവീസ് നമ്മളുടെ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ ഡിവൈസിനെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ സൈറ്റിലേക്ക് വീടുകളിലോ ഓഫീസുകളിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് www.futureflies.com ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ ആയ 9400443455 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും.